ഇനി ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ റീബൗണ്ട് പോലെ പെട്ടെന്ന് തന്നെ അടുത്ത റിലേഷൻ ഉണ്ടാവുന്നതും അത് റീബൗണ്ട് ആണെന്ന് മനസ്സിലാവാതെ അത് റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിച്ച് അത് കൊണ്ട് നടന്ന് വീണ്ടും അങ്ങനെ സംഭവിക്കാറുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഹീൽ ചെയ്യേണ്ട പ്രോസസ്സ് എന്താണ്? നമ്മൾ ഹീൽഡ് ആണ്, നമുക്ക് അടുത്തൊരു റിലേഷൻഷിപ്പ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് വിചാരിക്കേണ്ടതൊക്കെ എത്ര ടൈം എടുക്കും യൂഷ്വലി? ഐ നോ ദാറ്റ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ഹൗ ടോക്സിക് ദ റിലേഷൻഷിപ്പ് വാസ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയണേ, എന്താണ് ഒരു സൈൻ ദാറ്റ് നൗ യു ആർ ഓക്കെ എന്നുള്ളതിന്? അതായത് നമ്മൾ ബേസിക്കലി ആദ്യം ആഫ്റ്റർ ബ്രേക്കപ്സ് നോക്കുക, ഇമോഷണലി അയാൾ ഈ സാഹചര്യത്തിനെ അക്സെപ്റ്റ് ചെയ്ത് അയാൾക്ക് ഇമോഷണലി റിസോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, ഗ്രൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, ഇൻറ്റേർണലി നേരത്തെ പറഞ്ഞ പോലെ നെർവസ് സിസ്റ്റം ഒക്കെ റെഗുലേറ്റഡ് ആയിട്ടുണ്ടോ, അതോ ആങ്ഷ്യസ് സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ സിംറ്റംസിനൊക്കെ ഒന്ന് ബെറ്റർ ആക്കാനുള്ള പൊസിഷനിങ്ങിലേക്കാണ് ഇനീഷ്യലി സെഷൻസിൽ ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കുക എന്ത് ടൈപ്പ് പാർട്ട്ണർ ആയിരുന്നു, എന്ത് പാറ്റേൺ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്, ഇതിന് മുന്നേ ഉള്ള റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് എന്ത് പാറ്റേൺ ആയിരുന്നു, ആൻഡ് വൈ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ്. നമ്മുടെ ആ നേരത്തെ പറഞ്ഞ നമുക്ക് എന്തോ നീഡ് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പാർട്ട്ണർ ആയിരുന്നെങ്കിൽ ആ നീഡ് എന്താണ്, അതെവിടെ നിന്ന് വന്നു, അത് ലൈഫിൽ വേറെ എവിടെയൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ആക്ച്വലി ഒരു പാർട്ട്ണറിൽ എന്ത് ക്വാളിറ്റീസാണ് നമ്മൾ നോക്കുന്നത്, എന്തൊക്കെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ നോൺ നെഗോഷ്യബിൾ ആയിരിക്കും, അതെന്തൊക്കെയാണ്, നമ്മൾ റിലേഷനിൽ നമ്മൾ അങ്ങോട്ട് നിൽക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ പാറ്റേൺസിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കിയ ശേഷം നമ്മൾ പെട്ടെന്ന് ഒരു വാക്യൂം ഫില്ല് ചെയ്യാനായിട്ട് ഒരാളെ പിക്ക് ചെയ്യലല്ലോ, അല്ലെങ്കിൽ നമ്മളുടെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ഒരാളെ നമ്മൾ ആ സ്പേസിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യലല്ലോ, അല്ലെങ്കിൽ ആ പാർട്ട്ണറെ ഓപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലൈഫിൽ നടക്കുകയല്ലല്ലോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ എന്തായാലും പറയാറുണ്ട്. ദെൻ അത് സംഭവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഓക്കെ ഇനി റെഡിയായി നാളെ തൊട്ട് നമുക്ക് പാർട്ട്ണറെ നോക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്നൊരു കാര്യമായിട്ട് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നതിനെ കാണരുത്. നാളെ തൊട്ട് നോക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് വെച്ചിട്ട് നമ്മൾ സമാധാനിക്കേണ്ടി വരും. സമാധാനിക്കുക എന്നുള്ള പാറ്റേണിലൊക്കെ ആരെങ്കിലും ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം കാണുന്ന ആളെ കുറച്ച് നാൾ ട്രൈ ചെയ്ത് നോക്കാം, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ വരാം. അത് ഓർഗാനിക്കലി സംഭവിക്കട്ടെ. നമ്മൾക്ക് ആപ്റ്റാണെന്ന് തോന്നുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് താല്പര്യം തോന്നുകയാണെങ്കിൽ, സംസാരിച്ചിട്ട് കംഫർട്ടബിൾ ആവുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രൊസീഡ് ചെയ്യാം. ആൻഡ് ഈ പഠിച്ച് വെച്ച് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള പാറ്റേൺസ് ഒന്നും അവിടെ റിപ്പീറ്റ് ആവുന്നില്ലല്ലോ എന്നുള്ളതും കൂടി കെയർഫുള്ളി വാച്ച് ചെയ്തിട്ട് വേണം അടുത്തടുത്ത സ്റ്റെപ്സിലേക്ക് പോകാൻ.